വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 26 141 മുതൽ 149 വരെയുള്ള സൂക്തങ്ങൾ. സമൂദ് സമുദായവും പ്രവാചകന്മാരെ നിഷേധിച്ചു. അവരുടെ സഹോദരൻ സാലിഹ് അവരോട് ഉത്ബോധിപ്പിച്ചു, നിങ്ങൾ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ? ഞാൻ നിങ്ങൾക്കുള്ള വിശ്വസ്തനായ ദൈവദൂതനാണ്. അതിനാൽ നിങ്ങൾ ദൈവത്തോട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുക. എൻ്റെ ഈ ദൗത്യത്തിന് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എൻ്റെ പ്രതിഫലം സർവ്വലോകരക്ഷിതാവായ ദൈവത്തിങ്കലാണ്. ഇവിടെ തികച്ചും നിർഭയരായി ജീവിക്കുവാൻ നിങ്ങൾ വിട്ടേക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഈ കൃഷിഭൂമികളിലും ഉദ്യാനങ്ങളിലും ജലധാരകളിലും പാകമായ ഈത്തപ്പനത്തോട്ടങ്ങളിലും അഭിരമിച്ച് കഴിയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ആർഭാട ജീവിതത്തിന് വേണ്ടി മലകൾ തുറന്ന് രമ്യഹർമ്മ്യങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആദ്യ സമുദായത്തിന് ശേഷം പിന്നീട് വന്ന മറ്റൊരു സമുദായമാണ് സമൂദ്. ഇവരെപ്പറ്റി ഖുർആനിൽ വ്യത്യസ്ത അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് മദായിനു സാലിഹ് എന്ന പേരിൽ ഈ പ്രദേശം അറിയപ്പെടുന്നു. അവരുടെ ചരിത്രശേഷിപ്പുകൾ ഇന്നും ലഭ്യമാണ്. ഫലഭൂയിഷ്ടമായ കൃഷിഭൂമികളിലും ജലസ്രോതസ്സുകളിലും സമ്പന്നമായ ഒരു നാടായിരുന്നു അത്. കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലൂടെ അവർ വലിയ സമ്പന്നരായി മാറി. ആർഭാട ജീവിതത്തിലും സുഖലോലുപതയിലും മുഴുകിയിരുന്ന അവർ കോട്ടകളും രമ്യഹർമ്മ്യങ്ങളും പടുത്തുയർത്തിയിരുന്നു. മലകൾ തുറന്ന് വലിയ സൗധങ്ങളും ബംഗ്ലാവുകളൊക്കെ നിർമ്മിച്ചു. ദൈവത്തെ പറ്റ മറന്നുകൊണ്ട് അധാർമിക ജീവിതം നയിക്കുകയായിരുന്നു അവർ. ദുർബലരെയും പാവപ്പെട്ടവരെയും പീഡിപ്പിക്കുകയും അക്രമവും അനീതിയും വെച്ച് പുലർത്തിയിരുന്നു അവർ. ഇവരെ സംസ്കരിച്ച് ഏകദൈവവിശ്വാസികളും സൽക്കർമ്മികളുമാക്കി മാറ്റാൻ വേണ്ടി ദൈവം നിയോഗിച്ചത് അന്നാട്ടിലെ തന്നെ വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന സാലിഹ് എന്ന പ്രവാചകനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രബോധനവും അന്നാട്ടുകാരുടെ പ്രതികരണവും എങ്ങനെയായിരുന്നുവെന്ന് തുടർന്നുള്ള സൂക്തങ്ങളിൽ വിവരിക്കുന്നുണ്ട്.